വിശദമായ വാർത്തകളിലേക്ക്. ബോളിവുഡ് ഇതിഹാസം ധർമ്മേന്ദ്ര അന്തരിച്ചു. 89 വയസ്സായിരുന്നു. മുംബൈയിലായിരുന്നു അന്ത്യം. 300ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മരണം സ്ഥിരീകരിച്ച നിർമ്മാതാവ് കരൺ ജോഹർ എക്സിൽ പോസ്റ്റ് ചെയ്തു. സജു തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സജു, ബോളിവുഡിന്റെ ഇതിഹാസമാണ് ധർമ്മേന്ദ്ര. എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? മറ്റു വിശദാംശം. വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ ആഴ്ചയായിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതീവ ഗുരുതരമായി തന്നെ അദ്ദേഹത്തിന്റെ അവസ്ഥ തുടരുകയായിരുന്നു. വെന്റിലേറ്ററിലായിരുന്നു. അതിനിടയിലാണ് ഇന്ന് ഉച്ചയോടുകൂടി അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അജി ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യൻ സിനിമയിലെ, പ്രത്യേകിച്ച് ബോളിവുഡിലെ ഇതിഹാസ നടനായിരുന്നു ധർമ്മേന്ദ്ര. അദ്ദേഹത്തിന്റെ മകളടക്കം ഇപ്പോൾ ബോളിവുഡിൽ നിർണായകമായിട്ടുള്ള സ്ഥാനം വഹിക്കുന്നത്. 89 വയസ്സിലാണ് അദ്ദേഹത്തിന് നിര്യാണം സംഭവിച്ചിരിക്കുന്നത്. മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് നിർമ്മാതാവായ കരൺ ജോഹർ അദ്ദേഹത്തിന്റെ എക്സ് ട്വീറ്റിലൂടെയാണ്. അമിതാഭ് ബച്ചൻ ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള താരങ്ങളൊക്കെയും ധർമ്മേന്ദ്രയുടെ വസതിയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു. 300ഓളം സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചത്. പ്രത്യേകിച്ച് ആദ്യകാലങ്ങളിൽ ലീഡിംഗ് റോളുകളിൽ എത്തിയ ധർമ്മേന്ദ്ര പിന്നീട് ഇന്ത്യൻ സിനിമയുടെ തന്നെ കാർമിക സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു നടനായി മാറുകയായിരുന്നു. 2009 രാജസ്ഥാനിൽ നിന്നും അദ്ദേഹം ലോക്സഭാ അംഗമായിരിക്കുന്നു. യുഗത്തിന്റെ അവസാനം എന്നാണ് കരൺ ജോഹർ ഇപ്പോൾ എക്സിൽ കുറിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട് നിരവധി പേരാണ് അനുശോചനം അറിയിച്ചിരിക്കുന്നത്. 1935 ഡിസംബറിലാണ് പഞ്ചാബിലെ ലുധിയാന ജില്ലയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ലുധിയാനയിലെ ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം. 1952 ഫഗ്വാരയിൽ നിന്ന് അദ്ദേഹം ബിരുദം പൂർത്തിയാക്കിയ ശേഷം 1960 പുറത്തിറങ്ങിയ ദിൽ ഭി തേര ഹം ഭി തേര എന്ന ചിത്രത്തിലൂടെയാണ് ധർമ്മേന്ദ്ര തന്റെ അഭിനയ ജീവിതം ആദ്യമായി അദ്ദേഹം തുടക്കമിട്ടത്. പിന്നീട് പതിറ്റാണ്ടുകൾ ബോളിവുഡിന്റെ തലപ്പത്ത് അദ്ദേഹം സ്ഥാനം ഉറപ്പിച്ചത്. അത്രത്തോളം നിർണായകമായിട്ടുള്ള സിനിമകളിൽ അദ്ദേഹത്തിന്റെ നിലയുറപ്പിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ വെർസറ്റൈൽ ആക്ടിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അഭിനയ കല, അദ്ദേഹത്തിന്റെ മുഖഭാവവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മെയ്വഴക്കവുമായിരുന്നു ധർമ്മേന്ദ്ര എന്ന പേരിലേക്ക് മാത്രമായി ബോളിവുഡിനെ ചുരുക്കിയത്. 60കളിലും 70കളിലും 80കളിലും ഹിന്ദി സിനിമകളിലെ നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം. പരീക്കത്ത്, ഫുൽ ഔർ പത്തർ, മേരാ ഗാവ്, മേരാ ദേശ്, സീതാ ഔർ ഗീത, ചുക്കെ ചുക്കെ, ഷോലെ തുടങ്ങിയ സിനിമകളിലൂടെ തന്റെ വിസ്മയകരമായ അഭിനയ പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചു. ഇന്ത്യയുടെ തന്നെ പൊൻതൂവൽ അണിയുന്നതിൽ അദ്ദേഹം മുൻപന്തിയിൽ. ശരിയാണ് സജു സൂചിപ്പിച്ചതുപോലെ തന്നെ ബോളിവുഡിന്റെ ഹീമാൻ എന്നായിരുന്നു ധർമ്മേന്ദ്രയ്ക്ക് നൽകിയ വിശേഷണം. ഹോളിവുഡ് നൽകിയ വിശേഷണം ഹീമാൻ എന്ന് തന്നെയായിരുന്നു. 6 പതിറ്റാണ്ടേറെ നീണ്ട സിനിമാ ജീവിതത്തിൽ അദ്ദേഹം 300ഓളം സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. അതും ഹിന്ദി സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയത്തിന്റെ റെക്കോർഡും ധർമ്മേന്ദ്രയുടെ പേരിലാണ് എന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇതിൽ സജു 1973 അദ്ദേഹം 8 ഹിറ്റുകളും 1987 7 ഹിറ്റുകളും 9 വിജയ ചിത്രങ്ങളും തുടർച്ചയായിട്ടുള്ള 2 വർഷങ്ങൾ 87ഉം 88ഉം ഈ 2 വർഷങ്ങൾ തുടർച്ചയായ ഹിറ്റ് ചിത്രങ്ങൾ അദ്ദേഹം നൽകി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഹിന്ദി സിനിമാ ചരിത്രത്തിലെ ഇക്കാലത്തെയും റെക്കോർഡായിരുന്നു അന്ന് പിറന്നത്. ഏതായാലും ബോളിവുഡിനെ സംബന്ധിച്ചിടത്തോളം കനത്ത നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.